ഹലോ, ഞാനിന്നേ മീഷോന്ന് കുറച്ച് സാധനങ്ങളും ഫ്ലിപ്കാർട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇന്നെൻ്റെ ചെറിയൊരു മേക്ക് ഓവറാണ് എന്തിൻ്റെ വീടിൻ്റെ കിച്ചണിൽ ചെറിയൊരു മാറ്റങ്ങൾ ഞാൻ വരുത്തുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നോക്കി വാങ്ങാമല്ലോ. ഇതിനൊന്നും ഒരുപാട് പൈസയൊന്നുമില്ല. ചെറിയ എമൗണ്ടിന് ഞാൻ മീഷോയിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നോക്കി വാങ്ങിയതാണ്. ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇത് പ്ലാസ്റ്റിക്കാണ്. കുഴപ്പമില്ല. രണ്ടെണ്ണം വരുന്നുണ്ട്. 199 അങ്ങോട്ടാണ് ഇതിന് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല ഈ റേറ്റിന്. പിന്നെ ഇതൊക്കെ എനിക്ക് ആന്ധ്രയിൽ നിന്ന് റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ടുള്ള ക്യൂട്ട് പാത്രങ്ങളാണ് കിട്ടിയിട്ടുള്ളതാണ്. ഇതുപോലെ കുറേ ഉണ്ട്. അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇതും മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതിൻ്റെ പല വീഡിയോസിലും ലഞ്ച് ബോക്സ് വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതും അതേ 171 181 വാങ്ങിച്ചിട്ടുള്ള ഒരു വുഡൻ സ്റ്റാൻഡാണ്. പിന്നെ ഔട്ട് ഓഫ് ഫാഷനായി എന്നാലും അറിയാം. ഈ വെളിച്ചെണ്ണ കുപ്പി ഇത് കുറേ കാലമായിട്ട് ഞാൻ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. കുട്ടികൾ വലുതാവട്ടെ, കാരണം അവരെ കൈയൊക്കെ തട്ടിയിട്ട് പൊട്ടാനുള്ള ചാൻസ് കൂടിയത് കൊണ്ട് എനിക്ക് പേടിയാണ് അത് പെട്ടെന്ന് അവർ വന്ന് എടുക്കുമോ. അപ്പോൾ കുറച്ച് അവർക്ക് അറിവാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊന്നും വാങ്ങാണ്ട് വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിരുന്നത്. ഇപ്പം അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ മൈക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ മൈക്ക് വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ശബ്ദത്തെക്കാളും കൂടുതലേ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ ഫ്ലാറ്റിലത്തെ പട്ടിയുടെ ശബ്ദമായിരുന്നു കൂടുതൽ ഇതിൽ പെട്ടിരുന്നത്. അതുകൊണ്ട് പല ഭാഗങ്ങളും കട്ടാക്കി, പല ശബ്ദങ്ങളും മ്യൂട്ടാക്കി, അങ്ങനെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു 200 സംതിങ് ഒക്കെയാണ് ഇതിന് വരുന്ന വില. നല്ല രസമുണ്ട്. പല കളറുകളും ഇത് അവൈലബിൾ ആണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങാം. പിന്നെ നിങ്ങൾ ഒരുപാട് ബഡ്ജറ്റ് ഇറക്കാണ്ട് നമുക്ക് ഇതുപോലെ ചെറിയ ഐറ്റംസൊക്കെ ബഡ്ജറ്റ് ഇറക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ ചെറിയ ഐറ്റംസൊക്കെ ഒരുപാട് പൈസയൊന്നും വേണ്ട. ഒരു 199 ഒരു 200 300ൻ്റെ ഉള്ളിലുള്ള റേറ്റിനൊക്കെ കിട്ടുന്ന കുറച്ച് ഐറ്റംസ് മാത്രമാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അതുമാത്രം വെക്കുമ്പോൾ തന്നെ നമ്മുടെ കിച്ചൺ പെട്ടെന്ന് തന്നെ ചേഞ്ച് ആയ പോലെ തോന്നും. പിന്നെ കുറച്ച് പ്ലാന്റ്സ് അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും വെക്കാം. പിന്നെ ഇപ്പോൾ കോഫി പൗഡർ ഇങ്ങനെ അടച്ച് വെക്കുക നല്ലത്, അതായത് ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് വെക്കുക നല്ലത്. കാരണം അത് കട്ടിയാവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ്. പിന്നെ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുമോ? ഇത് ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. ഇത് കൊണ്ടുവന്നിട്ട് കുറച്ച് നാളായി. ഇത് ഇടയ്ക്ക് മാത്രമേ എടുക്കുകയുള്ളൂ. ഇത് കളർ ചേർത്തിട്ട് വരുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കിതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല. പിന്നെ ഈ കാണുന്ന പാത്രങ്ങൾ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഈ കാണുന്നതൊക്കെ ഞാൻ വാങ്ങിച്ചതാണ്. പിന്നെ ഈ കാണുന്ന ഭരണി ഉണ്ടല്ലോ, ഈ കുഞ്ഞ് അതൊക്കെ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ്. ഇവിടെ ആന്ധ്രയിൽ റിട്ടേൺ ഗിഫ്റ്റ് കിട്ടും. അങ്ങനെ ഓരോ ഫംഗ്ഷന് പോകുമ്പോൾ ഇങ്ങനെ റിട്ടേൺ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇനിയും കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ നാട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഇനിയിപ്പോൾ നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് കാണാം. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, ലോങ് വീഡിയോ ആണ്. അതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാച്ചെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ പൗഡേഴ്സൊക്കെ ഇതുപോലത്തെ ഒരു ഡപ്പയിലാണ് ഞാൻ വെക്കുന്നത്. കുറേ പാത്രങ്ങളിലാക്കി വെക്കണേക്കാളും എനിക്ക് ഇതുപോലെ പെട്ടെന്ന് എടുക്കുമ്പോൾ എല്ലാം കൂടി ഇങ്ങനെ കിട്ടുന്ന പോലെ ആവണതാണ് ഇഷ്ടം. ഇന്ന് പിന്നെ എയർ ഫ്രയർ ഉണ്ട് നാട്ടിൽ നിന്ന് ഇത് കൊണ്ടുവന്നിട്ട് കുറച്ച് നാളായി. ഇതിലൊന്ന് ചിക്കൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കണേ. അപ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല, ഫസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ ഇന്നലെ തന്നെ. അപ്പോൾ ചിക്കനൊക്കെ കഴുകി അതിലേക്കുള്ള മസാലയൊക്കെ പരട്ടി KFC ചിക്കൻ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്നറിയാം. എനിക്കറിയാം എന്തായാലും നമ്മൾ എണ്ണയിലൊക്കെ വറുത്തെടുക്കുന്ന ടേസ്റ്റൊന്നും ഇതിന് കിട്ടില്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സത്യം പറഞ്ഞാൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ എടുത്തപ്പോഴേ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് മറന്നുപോയി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇനി യൂട്യൂബ് ഒന്ന് നോക്കി അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്നും നോക്കാൻ സമയമില്ലാത്ത കാരണം എങ്ങനെയൊക്കെയോ ഒന്ന് ഫസ്റ്റത്തെ ഒരു ട്രൈ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ചെയ്തു നോക്കി. പക്ഷെ കുഴപ്പമില്ല, അത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഈ ഓട്സ് മുകളിലത്തെ വൈറ്റ് കളറിൽ തന്നെ കാണുന്നുണ്ട്, പക്ഷെ കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഓയിലിൽ വറക്കണ അത്ര ടേസ്റ്റ് ഇല്ല. മക്കൾ കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്, കാരണം അവർക്ക് അതിൻ്റെ ക്രിസ്പിനെസ് ഇഷ്ടമായതുകൊണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ, സീ യു.